രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ. രാധേ രാധേ എന്ന ചാനലിൻ്റെ നാരായണീയം ക്ലാസ്സുകളിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് 9ാമത്തെ ദശകമാണ്, 5ാമത്തെ ശ്ലോകമാണ്, 92ാമത്തെ എപ്പിസോഡാണ്. അപ്പോൾ നമുക്കത് പഠിച്ചു തുടങ്ങാം. ഇതിനു മുമ്പുള്ളതൊക്കെ പ്ലേലിസ്റ്റ് എടുത്താൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. സബ്സ്ക്രൈബ് ചെയ്തവർക്ക് എല്ലാ തിങ്കളാഴ്ചയും 12 മണിക്ക് നാരായണീയത്തിൻ്റെ ക്ലാസ്, ചൊവ്വാഴ്ച 12 മണിക്ക് കൃഷ്ണൻ്റെ രാധ, കണ്ണൻ്റെ രാധ, രാധാറാണിയുടെ ജനനം മുതൽ മരണം വരെയുള്ള വിശദമായ ചരിത്രം നിരവധി റിസർച്ച് നടത്തി അവതരിപ്പിക്കുകയാണ്. ഉടൻ തന്നെ ബുധനാഴ്ച 12 മണിക്ക് ഭജഗോവിന്ദത്തിൻ്റെ ക്ലാസ് ആരംഭിക്കുന്നതാണ്. വ്യാഴാഴ്ച 12 മണിക്ക് അഷ്ടപതിയുടെ ക്ലാസ്സാണ്. വെള്ളിയാഴ്ച 12 മണിക്കാണ് സൗന്ദര്യലഹരിയുടെ ക്ലാസ്. ഇംഗ്ലീഷ് സംസാരിക്കാൻ വേണ്ടവർക്ക് സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ക്ലാസ് ഇട്ടിട്ടുണ്ട്, വീഡിയോസ് ഉണ്ട്. അതെല്ലാം എൻ്റെ അടുത്ത് നേരിട്ട് ചേർന്ന് പഠിക്കാൻ ചിലർ ആഗ്രഹം പ്രകടിപ്പിക്കുന്നുണ്ട്. ഞാൻ കൊല്ലത്താണ്. ദൂരെയുള്ളവർക്ക് ഹോസ്റ്റൽ സൗകര്യമുണ്ട്. 30 ദിവസം കൊണ്ട് ഇംഗ്ലീഷ് സംസാരിക്കും. ഇല്ലെങ്കിൽ ഫുൾ എമൗണ്ടും തിരിച്ചു തരുമെന്നുള്ളതാണ് എൻ്റെ രീതി. പിന്നെ ജ്യോതിഷം, ഓരോ മാസത്തിൽ ജനിച്ചവരുടെ ഫലം, നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഫലം, അതൊക്കെ പ്രത്യേകം കൊടുത്തിട്ടുണ്ട് നമ്മൾ. പിന്നെ നിങ്ങളത് കേൾക്കുക. ജ്യോതിഷപരമായി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ നമ്പറുണ്ട്, 9645333999. അതിലേക്ക് വിളിച്ചാൽ മതി. തികച്ചും സൗജന്യമായിരിക്കും. അതേ കണക്ക് പ്ലേലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ അഷ്ടാവക്ര ഗീതയുണ്ട്, ഹിന്ദുക്കൾ അറിയേണ്ടവയുണ്ട്, നിങ്ങൾ സന്ദർശിക്കേണ്ട ക്ഷേത്രങ്ങളെക്കുറിച്ചുണ്ട്, ഭക്തമീരയുടെ കഥയുണ്ട്, കൃഷ്ണൻ്റെ പുനരവതാരമായ ശ്രീബുദ്ധൻ്റെ ജനനം മുതൽ മരണം വരെയുള്ള ജീവിത കഥയുണ്ട്. അതോടൊപ്പം തന്നെ രാധികാ കവചം 2 ഉണ്ട്. 2 രാധികാ കവചവും ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. പിന്നെ രാധാ സഹസ്രനാമമുണ്ട്, രാധാ മാനസതന്ത്രമുണ്ട്. ഇതൊക്കെ നിങ്ങൾ കേൾക്കുമല്ലോ. പിന്നെ നിരവധി ഷോർട്ട് വീഡിയോ ഉണ്ട്. സബ്സ്ക്രൈബ് ചെയ്തവർക്ക് എന്നും രാവിലെ മോർണിംഗ് മെസ്സേജ് കിട്ടും. നിങ്ങൾ ആ മോർണിംഗ് മെസ്സേജ് കേൾക്കണം. ഒരു പോസിറ്റീവ് എനർജിയോടുകൂടി ഒരു പുതിയ ദിവസം തുടങ്ങാവുന്നതാണ്. അപ്പം നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് തുടങ്ങാം. ഓം മഹാഗണപതയേ നമഃ. ഓം ശ്രീ രാധാകൃഷ്ണായ നമഃ. ഓം രാധായേ സ്വാഹ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ. ബർസാനി വാലി രാധാറാണി കി ജയ്. എൻ്റെ മാതാവ് രാധാറാണിക്ക് ജയ്. എനിക്ക് സർവൈശ്വര്യങ്ങളും വാരിക്കോരി തരുന്ന എൻ്റെ പൊന്ന് രാധാറാണിയമ്മക്ക് ജയ്.
എനിക്ക് രോഗങ്ങൾ വരാതെ കാത്തുരക്ഷിക്കുന്ന രാധാറാണി അമ്മക്ക് ജയ്. എന്നെ സർവ്വ പാപങ്ങളിൽ നിന്നും മോചിപ്പിച്ചു തരുന്ന രാധാറാണി അമ്മക്ക് ജയ്. എനിക്ക് രോഗം വരാതെ കാത്തുരക്ഷിക്കുന്ന രാധാറാണി അമ്മക്ക് ജയ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ നാരായണീയം പാടിത്തരുന്നത് നിങ്ങൾക്ക് സുപരിചിതനായി മാറിയ സുനിലാണ്. സുനിൽ അതിഗംഭീരമായി ഘനഗാംഭീര്യമാർന്ന ശബ്ദത്തില് പുരുഷ ശബ്ദത്തിന്റെ എല്ലാ മാസ്മരികതയും മധുരിമയും ഉൾക്കൊണ്ടുകൊണ്ട് തികച്ചും ആത്മാർത്ഥതയോടുകൂടി ഗുരുവായൂരപ്പനെ അങ്ങനെ ധ്യാനിച്ച് ഗുരുവായൂരപ്പനിൽ അങ്ങനെ ലയിച്ചുകൊണ്ട് നിങ്ങളുടെ പ്രിയങ്കരനായ സുഹൃത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ പ്രിയങ്കരനായ സുനില് ഇതാ നാരായണീയം ആലപിക്കുന്നു. നിങ്ങളത് പൂർണ്ണ മനസ്സോടുകൂടി കേട്ടാലും എന്നിട്ട് ഞാൻ പഠിപ്പിക്കുന്നതാണ്. ശതേന പരിവത്സരൈ ദൃഢസമാധിബന്ധോല്ലസത് പ്രബോധ വിശദീകൃത സകലു പത്മിനീ സംഭവ അദൃഷ്ടചരമദ്ഭുതം തവ ഹി രൂപമന്തർദൃശാ വ്യചഷ്ടപരിതുഷ്ടധീർഭുജഗഭോഗഭാഗാശ്രയം. അപ്പോൾ നമ്മുടെ സുനിൽ അത് മനോഹരമായി പാടിയത് കേട്ടല്ലോ. ഇനി നോക്കേ. ശതേന പരിവത്സരൈർ ദൃഢസമാധി ബന്ധോല്ലസത് പ്രബോധ വിശദീകൃത സ ഖലു പത്മിനീ സംഭവഃ അദൃഷ്ടചരം അത്ഭുതം തവ ഹി രൂപം അന്തർദൃശ വ്യചഷ്ട പരിതുഷ്ടധീർ ഭുജഗഭോഗഭാഗാശ്രയം. ശതേന 100 പരിവത്സരൈ അർത്ഥം എഴുതിക്കോ വർഷക്കാലം. അപ്പൊ ശതേന പരിവത്സരൈ 100 വർഷക്കാലം. ദൃഢസമാധി ബന്ധോല്ലസത് അർത്ഥം ദൃഢമായ സമാധി ബന്ധം കൊണ്ട്. ദൃഢമായ സമാധി ബന്ധം കൊണ്ട്. പ്രബോധ ജ്ഞാനം. വിശദീകൃത തെളിഞ്ഞതായ. സ ഖലു ആ പത്മിനീ സംഭവ അർത്ഥം ബ്രഹ്മാവ്. അദൃഷ്ടചരം മുൻപ് കണ്ടിട്ടില്ലാത്തതും അത്ഭുതകരവുമായ. തവഹി അർത്ഥം അങ്ങയുടെ. രൂപം അന്തർദൃശ രൂപത്തെ അകക്കണ്ണുകൊണ്ട്. അന്തർദൃശ അകക്കണ്ണുകൊണ്ട്. വ്യജഷ്ട അർത്ഥം അറിഞ്ഞു അല്ലെങ്കിൽ കണ്ടു. പരിതുഷ്ട സന്തോഷവാനായി. ദി തെളിഞ്ഞ ബുദ്ധിയോടെ. ഭുജഗഭോഗ അർത്ഥം ഭുജഗഭോഗഭാഗ അർത്ഥം സർപ്പശ്രേഷ്ഠനായ അനന്തന്റെ ശരീരഭാഗത്തെ. സർപ്പശ്രേഷ്ഠനായ അനന്തന്റെ ശരീരഭാഗത്തെ ആശ്രയിക്കുന്നു. ഇനി എന്താ ഇനി പറഞ്ഞിരിക്കുന്നത്? 100 ദിവ്യവർഷക്കാലം. ആ 100 ദിവ്യവർഷക്കാലം ബ്രഹ്മാവ് ഭഗവാനിൽ മനസ്സുറപ്പിച്ച് സമാധിയിലങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ 1 2 അല്ല, 100 ദിവ്യവർഷക്കാലം ഭഗവാൻ മഹാവിഷ്ണുവിൽ മാത്രം മനസ്സുറപ്പിച്ചുകൊണ്ട് നമ്മുടെ ബ്രഹ്മാവങ്ങനെ ഇരിക്കുകയാണ് സമാധിയിൽ. അപ്പൊ ബ്രഹ്മാവിന് ജ്ഞാനം ലഭിച്ചു. ആ സമയത്ത് ജ്ഞാനം ലഭിച്ച സമയത്ത് മുൻപ് കണ്ടിട്ടില്ലാത്തതും അത്ഭുതവും അനന്തന്റെ ശരീരഭാഗത്തെ ആശ്രയിക്കുന്നതുമായ ആ സാക്ഷാൽ മഹാവിഷ്ണു ഭഗവാന്റെ രൂപം അകക്കണ്ണിൽ കണ്ടു. ഇതാണ് ശ്ലോകത്തിന്റെ അർത്ഥം. ഇനി നമുക്ക് ഓരോ വരികളെടുത്ത് നമുക്ക് കീറി മുറിച്ചു നോക്കാം. അപ്പൊ ശ്ലോകത്തിന്റെ അർത്ഥം മനസ്സിലായല്ലോ. 100 വർഷം ധ്യാനത്തിലിരുന്നപ്പം എന്തു ചെയ്തു? ഭഗവാൻ ബ്രഹ്മാവിന് ജ്ഞാനം നൽകി. ആ ജ്ഞാനത്തിന്റെ പ്രകാശത്തിൽ അകക്കണ്ണ് തുറക്കുകയും അപ്പോൾ അതുവരെയും താൻ കണ്ടിട്ടില്ലാത്ത അനന്തൻ എന്ന സർപ്പത്തിന്റെ പുറത്ത് ആ അനന്ത ശയനം നടത്തുന്ന സാക്ഷാൽ മഹാവിഷ്ണു ഭഗവാനെ ആര് കാണുന്നു? ബ്രഹ്മാവ് കാണുന്നു, അതായത് ശ്രീകൃഷ്ണനെ. ഇനി ഒന്നാമത്തെ വരി നോക്കേ. ശതേന
പരിവത്സരൈർ ദൃഢ ശതേന പരിവത്സരൈർ ദൃഢ സമാധി ബന്ധോല്ലാസത് ശതേന 100 പരിവത്സരൈ വർഷക്കാലം ദൃഢസമാധി ബന്ധോല്ലസത് അർത്ഥം ദൃഢമായ സമാധി ബന്ധം കൊണ്ട്. ഒന്നാമത്തെ വരി കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? 100 ദിവ്യ വർഷക്കാലം നീണ്ടു നിന്ന സമാധി, ആ 100 ദിവ്യ വർഷക്കാലം അങ്ങനെ ധ്യാന നിരതനായി ബ്രഹ്മാവങ്ങനെ ഇരിക്കുകയാണ്. കഠിനമായ തപസ്സായിരുന്നു, അതികഠിനമായ തപസ്. ഭഗവാനെ മാത്രം മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ടുള്ള ധ്യാനം, മറ്റൊന്നിനെക്കുറിച്ചും ചിന്തിക്കുന്നത് പോലുമില്ല. ഒരേ ഒരു ബിന്ദുവിൽ മാത്രം മനസ്സൂന്നി 100 വർഷം തപസ് ചെയ്യുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് 10 മിനിറ്റ് ചിന്തകളില്ലാതെ ഇരിക്കാൻ പാടാണ്. അങ്ങനെ 10 മിനിറ്റ് ചിന്തകളില്ലാതെ കുറച്ചു നേരം മെഡിറ്റേഷനിൽ ഇരുന്നിട്ട് നമ്മൾ പറയും ഞാൻ ഭഗവാനെ കണ്ടു, ഭഗവാന്റെ ആ രൂപം കണ്ടു, ഇതൊക്കെ മതിഭ്രമമാണ്. അങ്ങനെ ഇച്ചിരി നേരത്തെ ധ്യാനത്തിൽ കിട്ടുന്ന നിസ്സാര വസ്തുവല്ല ഭഗവാൻ. അത് ആദ്യം അറിയുക. നിസ്സാര വസ്തുവല്ല. മറ്റത് നിങ്ങൾക്ക് മതിഭ്രമമാണ്. നിങ്ങൾ എന്ത് ചിന്തിക്കുന്നുവോ അതുള്ളത് എനിക്ക് തോന്നും. ഇപ്പം നിങ്ങൾക്ക് നാളെ കടക്കാരൻ വന്ന് നിങ്ങളുടെ അടുത്ത് പൈസ ചോദിക്കുമെന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി ഉറങ്ങിക്കിടക്കുമ്പോൾ നിങ്ങൾ സ്വപ്നം കാണും കടക്കാരൻ വരുന്നതായിട്ട്. അതുപോലെ നമുക്ക് ഭഗവാനെ കാണണമെന്ന ആഗ്രഹം വരുമ്പോൾ ഉറക്കത്തിൽ ഭഗവാനെ കാണും. അപ്പം നമ്മൾ പറയും ഭഗവാൻ വന്നു. അതേസമയം കടക്കാരൻ വന്ന് നാളെ പൈസ ചോദിക്കുമല്ലോ എന്ന് വിചാരിച്ച് കിടന്നുറങ്ങുമ്പോൾ ഉറക്കത്തിൽ കടക്കാരൻ വരുമ്പോൾ ഒരിക്കലും പറയത്തില്ല കടക്കാരൻ വന്നു എന്ന് നമ്മൾ പറയത്തതുമില്ല. കാരണം ഭഗവാനെ അത്ര എളുപ്പത്തിൽ കിട്ടില്ല. നിങ്ങളിവിടെ ഇരുന്നുകൊണ്ട് മറ്റ് ലൗകിക ചിന്തകളിൽ മുഴുകിയിട്ട് കുറച്ചു നേരം ഒന്ന് ധ്യാനത്തിലോ മെഡിറ്റേഷനിലോ ഇരുന്ന് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കുറേ മന്ത്രം ജപിച്ചാൽ ഭഗവാൻ ഉടനെ വരുമെന്ന് പറഞ്ഞാൽ അത് ഭഗവാനെ കൊച്ചാക്കലാണ്. ഇവിടെ ബ്രഹ്മാവ് പോലും 100 വർഷക്കാലം ഒന്നും ചിന്തിക്കാതെ ഭഗവാന് മാത്രം തപസ് ചെയ്തപ്പോഴാണ് ഏത് കൊടുക്കുന്നത്? അല്പം ജ്ഞാനം അങ്ങോട്ട് കൊടുക്കുന്നത്. അതും ഒന്നും ചിന്തിക്കാതെ ഭഗവാനെ കുറിച്ച് മാത്രം ചിന്തിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പം 100 വർഷക്കാലം ബ്രഹ്മാവ് മറ്റൊന്നും ചിന്തിക്കാതെ ഭഗവാനെ തപസ് ചെയ്തപ്പോഴാണ് ഭഗവാൻ ജ്ഞാനം കൊടുത്തതെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ബ്രഹ്മാവ് 100 വർഷം ഇരുന്നോ 200 വർഷം ഇരുന്നോ എന്നതല്ല. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ എളുപ്പത്തിൽ കിട്ടുന്ന ഒരാളല്ല ഭഗവാൻ. ലൗകിക ചിന്തകളിലും ഒക്കെ മുഴുകി ഇരുന്നു കൊണ്ട് കുറേ നേരം നിങ്ങൾ ധ്യാനവും മന്ത്രവും 2 സഹസ്രനാമവും ഒക്കെ ജപിച്ചാൽ അന്ന് രാത്രി ഉറക്കത്തിൽ ഭഗവാൻ വരും എന്ന് കരുതുന്നത് വിഡ്ഢിത്തമാണെന്ന് നാരായണ ഭട്ടതിരിപ്പാട് നമ്മളെ ബോധ്യമാക്കി തരികയാണ്. ഇനി നമുക്ക് രണ്ടാമത്തെ വരിയാണ്. പ്രബോധ വിശദീകൃത സഖലു പത്മിനീ സംഭവ. പ്രബോധ ജ്ഞാനം, വിശദീകൃത തെളിഞ്ഞതായ സഖലു ആ പത്മിനീ സംഭവ. പത്മിനീ സംഭവ ബ്രഹ്മാവ്. ഇവിടെ പറഞ്ഞ എന്താണ്? 100 വർഷക്കാലത്തെ ധ്യാനം. ആ ധ്യാനം കഴിഞ്ഞപ്പോൾ ഭഗവാൻ ബ്രഹ്മാവിന് ജ്ഞാനം നൽകി. ആ ജ്ഞാനം എന്ന് പറഞ്ഞാൽ അതൊരു വലിയ പ്രകാശമാണ്. വിവരിക്കാൻ കഴിയാത്തത്ര പ്രകാശം. കോടിക്കണക്കിന് സൂര്യന്മാർ ഒന്നിച്ചുദിച്ചാൽ പോലും അത്രയും വലിയ പ്രകാശമാകില്ല. ഭഗവാൻ ശ്രീ ബുദ്ധനും കണ്ടത് അതേ പ്രകാശമാണ്. ആ പ്രകാശത്തിൽ എല്ലാം അടങ്ങിയിട്ടുണ്ട്. ബുദ്ധന് ജ്ഞാനോദയം നൽകിയ അതേ പ്രകാശം അതാണ് ബ്രഹ്മാവ് കണ്ടത്. അതായത് ബ്രഹ്മാവ് കണ്ട അതേ പ്രകാശം അതാണ് ആര് കണ്ടത്? ബുദ്ധനും കണ്ടത്. അത് ജ്ഞാനപ്രകാശമാണത്. ആ പ്രകാശത്തിൽ ആ പ്രകാശം നിങ്ങളുടെ പുറമേ ഉള്ള കണ്ണുകൊണ്ട് കാണും. പക്ഷെ പുറമേ ഉള്ള കണ്ണുകൊണ്ട് ആ പ്രകാശം കാണുന്ന നിമിഷത്തിൽ നിങ്ങളുടെ അകത്തെ കണ്ണ് തുറക്കും. നിങ്ങളുടെ അകക്കണ്ണ് തുറക്കും. അങ്ങനെ അകക്കണ്ണ് തുറന്നു കഴിയുമ്പോൾ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ രഹസ്യങ്ങളും ഉൾക്കൊള്ളുന്ന ആ പ്രകാശത്തിൽ ബ്രഹ്മാണ്ടങ്ങൾ ഇങ്ങനെ കിടന്ന് വട്ടം കറങ്ങുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സൃഷ്ടിയുടെ രഹസ്യങ്ങളെല്ലാം തെളിഞ്ഞു വരും. മനുഷ്യൻ്റെ ജന്മരഹസ്യം, മനുഷ്യൻ്റെ മരണരഹസ്യം, സകലതും ആ ജ്ഞാനപ്രകാശത്തിലുണ്ട്. ഇനി ജനിക്കാൻ പോകുന്നവരെ കുറിച്ചുണ്ട്, ജനിച്ചു കഴിഞ്ഞവരെ കുറിച്ചുണ്ട്,
കുറിച്ചുണ്ട്, ഇരിക്കുന്ന ആള് ഇനി എത്ര ജന്മങ്ങളിലേക്ക് പോകുമെന്നുണ്ട്. അന്നത്തെ മാതാവാര് പിതാവാര് സകലതും അതിനകത്ത് തെളിഞ്ഞു കാണും. ഇതിനു മുമ്പുള്ള നിങ്ങളുടെ സന്തതികളാര്, ഭാര്യ ആര്, ഭർത്താവാര്, ഇനി വരും ജന്മങ്ങളിലെ സന്തതികൾ, ഭാര്യ, ഭർത്താവ്, ഇതെല്ലാം തെളിഞ്ഞു കാണുന്നതാണ് ജ്ഞാനപ്രകാശം. ആ ജ്ഞാനപ്രകാശം കണ്ടതിന് ശേഷമാണ് ബുദ്ധൻ തൻ്റെ പിന്നിട്ട 500-ൽ കൂടുതൽ ജന്മങ്ങളെ കുറിച്ച് എഴുതിയത്. അതാണ് ബുദ്ധന്റെ ജാതക കഥകൾ എന്ന് പറയുന്നത്. അപ്പോൾ ആ ജ്ഞാനമാണ് ഇവിടെ സാക്ഷാൽ ബ്രഹ്മാവിന് ലഭിച്ചത്. ഇനി നമുക്ക് 3ഉം 4ഉം വരികൾ അത് ഒന്നിച്ചു ചേർക്കേണ്ടതാണ്. നോക്കേ, അദൃഷ്ടചരമത്ഭുതം തവഹി രൂപം അന്തർദൃശ വ്യജഷ്ട പരിദുഷ്ടധീർ ഭുജഗ ഭോഗ ഭാഗാശ്രയ. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത് നോക്കേ, അദൃഷ്ടചരം എന്ന് പറഞ്ഞാൽ മുൻപ് കണ്ടിട്ടില്ലാത്തതും, ബഹി തവഹി അങ്ങയുടെ, രൂപം അന്തർദൃശ രൂപത്തെ അകക്കണ്ണുകൊണ്ട് കണ്ടിട്ട്, വ്യജഷ്ട വ്യജഷ്ട അറിഞ്ഞു അല്ലെങ്കിൽ കണ്ടു, പരിതുഷ്ട സന്തോഷവാനായി, ധീ തെളിഞ്ഞ ബുദ്ധിയോടെ, ഭുജഗ ഭോഗ ഭാഗ സർപ്പശ്രേഷ്ഠനായ അനന്തന്റെ ശരീരഭാഗത്തെ ആശ്രയിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? അങ്ങനെ ജ്ഞാനപ്രകാശം അകക്കണ്ണിൽ ഇങ്ങനെ തെളിയുകയാണ് ബ്രഹ്മാവിൻ്റെ. അങ്ങനെ അകക്കണ്ണിൽ തെളിഞ്ഞപ്പോൾ നമ്മുടെ ബ്രഹ്മാവ് ഒരത്ഭുത ദൃശ്യം കാണുകയാണ്, അത്യത്ഭുത ദൃശ്യം കാണുകയാണ്. അന്ന് വരെ താൻ കണ്ടിട്ടില്ലാത്ത അപാരമായ ഒരു വിസ്മയം കാണുകയാണ്. 100 സംവത്സരക്കാലത്തെ ധ്യാനത്തിൻ്റെ ഫലമായി ഭഗവാൻ കനിഞ്ഞ് ജ്ഞാനപ്രകാശം നൽകിയപ്പോൾ ഉൾക്കണ്ണിലൊരു കാഴ്ച ഇങ്ങനെ കാണുകയാണ്. എന്താണ്? അനന്തനെന്ന സർപ്പശ്രേഷ്ഠൻ, അനന്തനെന്ന സർപ്പശ്രേഷ്ഠൻ ഇങ്ങനെ കിടക്കുന്നു. അതിൻ്റെ ശരീരഭാഗത്തെ ആശ്രയിച്ചുകൊണ്ട് കിടക്കുന്ന ഭഗവാൻ മഹാവിഷ്ണു. അങ്ങനെ അനന്തനെന്ന ആ സർപ്പത്തിൻ്റെ ഒരു ഭാഗമായിക്കൊണ്ട് ശയിക്കുന്ന സാക്ഷാൽ മഹാവിഷ്ണു ഭഗവാനെ, ശ്രീകൃഷ്ണ ഭഗവാനെ ബ്രഹ്മാവ് അകക്കണ്ണിനകത്തങ്ങനെ തെളിഞ്ഞു കാണുകയാണ്. ഇവിടെ നിങ്ങൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ബാഹ്യദൃഷ്ടി കൊണ്ടല്ല ബ്രഹ്മാവ് കണ്ടത്, പിന്നെയോ അന്തർദൃഷ്ടി, ഉള്ളിലുള്ള കണ്ണുകൊണ്ടാണ് കണ്ടത്. എപ്പോഴും പുറമേക്ക് നോക്കിയിരിക്കുന്നവർക്ക് ഭഗവാനെ കിട്ടില്ല. പഞ്ചേന്ദ്രിയങ്ങളെ പുറത്തേക്ക് അലയാൻ വിടുന്നവർക്ക് ഭഗവാനെ കിട്ടില്ല. അതായത് കണ്ണുകൾ കൊണ്ട് പ്രപഞ്ചത്തിലുള്ള വസ്തുക്കളെയും ആളുകളെയും ഒന്നുമല്ല കാണേണ്ടത്. കാതുകൾ കൊണ്ട് പുറമേയുള്ള ശബ്ദങ്ങളല്ല കേൾക്കേണ്ടത്. നാവുകൾ കൊണ്ട് പ്രപഞ്ചത്തിൽ നിങ്ങൾ കാണുന്നവരെ കുറിച്ചല്ല സംസാരിക്കേണ്ടത്. പിന്നെയോ കണ്ണുകൾ കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലിരിക്കുന്നവനെ കാണുക. കാതുകൾ കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലിരിക്കുന്നവൻ്റെ ശബ്ദം. ഏതാണ് ഉള്ളിലിരിക്കുന്നവൻ്റെ ശബ്ദം? ഓം എന്നതാണ്. നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന ആ ഓം എന്ന ശബ്ദം നിങ്ങൾ അങ്ങനെ കേൾക്കുക. എന്നിട്ട് നാവ് കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലുള്ളവരോട് സംസാരിക്കുക. ഓം നമോ നാരായണായ എന്ന് ഉള്ളിലേക്കാണ് ജപിക്കേണ്ടത്. അതുകൊണ്ടാണ് പലപ്പോഴും ഞാൻ നിങ്ങളോട് പറയാറുണ്ട്, ചുണ്ടനക്കി അല്ല ജപിക്കേണ്ടത്. ചുണ്ടനക്കി നാട്ടുകാരെ കേൾപ്പിക്കുകയല്ല, അത് പുറമേ ഉള്ളതാണ്. നമ്മുടെ ഹിന്ദുമതത്തിൻ്റെ കുഴപ്പം ഗുരുക്കന്മാരാണ്. ഈ ഗുരുക്കന്മാരാണ് ഏറ്റവും കൂടുതൽ വഴിതെറ്റിക്കുന്നത്. അവരില്ലാത്ത എത്ര ഗുരുക്കന്മാരാണ് ഹിന്ദുക്കൾക്ക്. ഈ ഗുരുക്കന്മാരെല്ലാവരും കൂടെ ചേർന്നാണ് ഹിന്ദുമതത്തെ ഇല്ലാതാക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഉറച്ചല്ല മന്ത്രം ചൊല്ലേണ്ടത്. ഇവിടെ നിങ്ങൾ ഭട്ടതിരിപ്പാട് പറഞ്ഞത് കേട്ടില്ലേ? അകത്തുള്ളവനോടാണ് സംസാരിക്കേണ്ടത്. അതായത് ചുണ്ടുകൾ അനക്കാതെ മനസ്സുകൊണ്ടാണ് നിങ്ങൾ ഏത് ജപിക്കേണ്ടത്? നാമം ജപിക്കേണ്ടത്. അങ്ങനെ ഉള്ളിലുള്ളവനെ കാണുക, ഉള്ളിലുള്ള ശബ്ദം കേൾക്കുക, ഉള്ളിലുള്ളവനോട് സംസാരിക്കുക. ഇത് ലളിതാ സഹസ്രനാമത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ദേവിയെ അന്തർമുഖ സമാരാധ്യ എന്നാണ് പറയുന്നത്. അന്തർമുഖ സമാരാധ്യ, അതായത് ബഹിർമുഖമായി ബാഹ്യ കണ്ണുകൾ കൊണ്ട് പുറമേ ദേവിയെ സാക്ഷാത്കരിക്കാൻ പാടാണ്.
ദേവിയെ ഉള്ളിൽ കാണുന്നത്ര എളുപ്പത്തില് നമ്മുടെ മുമ്പിൽ കാണുക എന്ന് പറയുന്നത് സാധ്യമല്ല. അത് സിനിമയിലും സീരിയലിലും ഒക്കെയാണ് നമുക്ക് അങ്ങനെ കാണിച്ചു തരുന്നത്. പലപ്പോഴും ദൈവത്തിൻ്റെ ദർശനം കിട്ടി, ഉണ്ണിക്കണ്ണൻ വന്നു, സംസാരിച്ചു എന്നൊക്കെ പറയുന്നത് എവിടെയാണ്? ഹൃദയത്തിനകത്താണ്, ഹൃദയത്തിൻ്റെ പുറത്തല്ല. നമ്മുടെ കണ്ണിൻ്റെ മുമ്പിൽ ഇങ്ങനെ വന്നിട്ട് ബാഹ്യമായ കണ്ണുകൾ കൊണ്ട് കാണുന്നു എന്ന് നിങ്ങൾ ഒരിക്കലും അങ്ങനെ കരുതരുത്. അതല്ല സത്യം. നമ്മുടെ ഉള്ളിലാണ് എല്ലാവരും ഭഗവാനെ കാണുന്നതെന്ന് നിങ്ങൾ അറിയുക. ആത്മാവിലാണ് കാണുന്നത്. അപ്പൊ ദേവിയെ ഹൃദയത്തിനുള്ളിലേ കാണാൻ പറ്റൂ. ഹൃദയത്തിന് പുറത്ത് കാണുക എന്ന് പറയുന്നത് വളരെ അസാധ്യമാണെന്ന് പറയുന്നു. അപ്പൊ ഇന്നു തൊട്ട് നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലേക്ക് നോക്ക്, ഉള്ളിലുള്ളവന്റെ ശബ്ദം കേക്ക്, ചുണ്ടനക്കാതെ ഉള്ളിലുള്ളവനോട് മന്ത്രത്തിലൂടെ നിങ്ങൾ സംസാരിക്കണം. അടുത്ത ശ്ലോകത്തില് നമ്മുടെ ബ്രഹ്മാവ് കണ്ട സാക്ഷാൽ മഹാവിഷ്ണുവിന്റെ രൂപം വർണ്ണിക്കാൻ പോവുകയാണ്. അതിസുന്ദരമായ രൂപം. ആ ബ്രഹ്മാവ് കണ്ട മഹാവിഷ്ണു രൂപം നിങ്ങൾക്ക് അറിയണ്ടേ, നിങ്ങൾക്ക് കേൾക്കണ്ടേ? കാത്തിരുന്നാ മതി. അടുത്ത തിങ്കളാഴ്ച ഭഗവാൻ ആയുസ് തന്നാൽ ഞാൻ വരും. രാധേ രാധേ, ഓ രാധേ രാധേ, 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 രാധേ രാധേ, ഓ രാധേ രാധേ. ഓം ശ്രീം ഹ്രീം ക്ലീം ഐം രം രാസേശ്വരി രാധികായേ സ്വാഹ.